ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പല ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഓരോ ഗിയറൊക്കെ ഇടുന്ന ടൈമിൽ നമ്മുടെ വാഹനം അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു തേർഡ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. പെട്ടെന്ന് വാഹനത്തിന് ഒരു വൈബ്രേഷൻ ലെവലൊക്കെ കൂടുന്നു. നമ്മൾ ഗിയർ ഇടുമ്പോൾ പ്രോപ്പറായിട്ട് വീഴാതിരിക്കുകയോ അല്ലെങ്കിൽ ടൈമിങ്ങിൽ ഇടാൻ കഴിയാതെ വരുമ്പോൾ വണ്ടി എഞ്ചിനിടിച്ച് ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ ഡ്രൈവിങ്ങിൽ പരിഹരിക്കാം, അതിനുള്ള ഒരു ചെറിയൊരു ടിപ്സാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ വീണ്ടും ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്തിടുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. നമുക്ക് വണ്ടി ഓഫ് ആകാതെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഗിയർ എപ്പോഴും ഇടുന്നത് വണ്ടിക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് ഗിയർ ഇടാവുള്ളൂ. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു നിരപ്പ് റോഡിൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് പതുക്കെ മുന്നോട്ട് മൂവ് ആക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി മൂവ് ആകും. മൂവ് ആയാൽ ഉടൻ തന്നെ നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് കുറവായതുകൊണ്ട്, അതായത് തുടക്കത്തിൽ എടുക്കുമ്പോൾ എന്നാണെങ്കിലും മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വണ്ടി മുന്നോട്ട് ചാടി സെക്കൻഡ് ഗിയറിൽ പോകാതെ നിന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് ഫസ്റ്റ് ഗിയറിൽ മൂവ് ആക്കുക. മൂവ് ആകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി കുറച്ച് ദൂരത്തേക്കൊന്ന് റൺ ആയതിന് ശേഷം പിന്നെ ആക്സിലറേഷൻ കുറച്ചിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക. അപ്പം കുറച്ച് ആക്സിലറേഷൻ കൊടുക്കുന്നതുകൊണ്ട് വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇടാനും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇങ്ങനെ നമ്മൾ സെക്കൻഡിൽ നിന്ന് ഇനി അടുത്തൊരു തേർഡ് ഗിയർ ഇടുന്ന സമയത്തും സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകി കുറച്ച് ദൂരം വണ്ടി മുന്നോട്ടൊന്ന് നീങ്ങിയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമുക്ക് ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് ചവിട്ടിയിട്ട് വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഇത് തന്നെ നമ്മൾ തേർഡിലും പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് നൽകി കുറച്ച് ദൂരം വണ്ടി നീങ്ങിയതിന് ശേഷം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ പിന്നീട് നമ്മൾ നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ക്ലച്ച് ചവിട്ടി നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയർ വരെ ഇടുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതെ തന്നെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് റോഡിൻ്റെ അവസ്ഥകളും കൂടെ മനസ്സിലാക്കിയിട്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിലായിരിക്കണം. ഇനി സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്ത് മുന്നിലൊരു ഗട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സെക്കൻഡ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം സെക്കൻഡ് കൊടുത്ത് വീണ്ടും ഗട്ടറിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കുറയും. കാരണം കുഴിയാണ്. അപ്പോൾ അവിടെ ആ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, ആ ഗട്ടറും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോഴും മുന്നിൽ ഗട്ടറോ കുഴിയോ അല്ലെങ്കിൽ വളവോ അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു കയറ്റോ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടരുത്. കാരണം നമ്മുടെ വണ്ടി തേർഡ് ഗിയറിൽ പോകത്തില്ല. കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടി കൂടുതൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതും കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒന്നാമത്തെ ഗിയർ മുതൽ നാലാമത്തെ ഗിയർ വരെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് മൂവ്മെൻറ്റ്സ് നൽകി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫാകാതെ ഈ പറഞ്ഞ 4-5 ഗിയർ വരെ നമുക്ക് ഇടാനായിട്ട് കഴിയും. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ഫോർത്ത് ഗിയറിൽ നിന്ന് എപ്പോഴാണ് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ വാഹനം നാലാമത്തെ ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോഴാണ് നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം തേർഡ് ഗിയർ ഇടേണ്ടത് നിങ്ങൾ എപ്പോഴും കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു നാലാമത്തെ ഗിയറിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്നു. അപ്പം മുന്നിലേക്ക് പോകുന്ന സമയത്ത് മുന്നിലൊരു വളവ് കണ്ടു.
അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് റോഡ് ആ നിരപ്പ് മാറിയിട്ട് ഒരു ചെറിയ കയറ്റമാണ് വരുന്നത്. അപ്പം നമ്മൾ ആ വളവ് അല്ലെങ്കിൽ കയറ്റം കാണുമ്പോൾ ആ കയറ്റത്തിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കാതെ ആ വളവ് കാണുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി വലിമുട്ടത്തിൽ, അതായത് വണ്ടി ആ ഫോർത്ത് ഗിയറിൽ വന്ന് ആ വണ്ടിയുടെ റണ്ണിങ് എല്ലാം തീർന്നിട്ട് നമ്മൾ തേർഡ് ഇടുമ്പോൾ തേർഡിൽ ഇട്ടാലും ചിലപ്പോൾ കയറി പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇടുക. അപ്പം നമുക്ക് ഗുണം രണ്ടാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, 4ാമത്തെ ഗിയറിൽ പോകുന്ന ഒരു വളവാണ്. ആ വളവ് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ക്ലച്ച് ഔട്ട് തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ തേർഡ് ഗിയറിൻ്റെ ഒരു പിടുത്തം വരും. ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് പോകുന്ന ഗിയറാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ ഒരു പിടുത്തം, ഒരു എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് വരും. അപ്പം ആ ഒരു പിടുത്തവും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മളുടെ വാഹനം കുറെ കൂടെ സേഫ് ആകും. പിന്നെ നമുക്ക് ആ വളവ് തിരിഞ്ഞ് അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ആക്സിലറേഷൻ കൊടുത്ത് കയറാൻ കഴിയും. ഇത് തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതായത് തേർഡിൽ പോകുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് എപ്പോഴാണ് കൊടുക്കുന്നത്? സെക്കൻഡ് കൊടുക്കുന്നത് പറയുന്നത് തേർഡിൽ പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ഗട്ടർ കണ്ടു. ചെറിയ ഗട്ടറാണെങ്കിൽ, അതായത് ഒരുപാട് വലിയ ഗട്ടറല്ല, ചെറിയ ഗട്ടറാണെങ്കിൽ നമുക്ക് അവിടുന്ന് തേർഡ് ഗിയറിൽ നിന്ന് ആ ഗട്ടർ കാണുന്ന സമയത്ത് നേരത്തെ തന്നെ ബ്രേക്ക് വന്ന് പതുക്കെ ക്ലച്ച് ഔട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ മുന്നിൽ വരുന്ന ഗട്ടർ ഇറങ്ങി സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും. അല്ലെങ്കിലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ തേർഡിൽ പോകുന്ന സമയത്ത് ചെറിയൊരു കയറ്റം നമ്മൾ ഇങ്ങനെ കയറി പോവുകയാണ്, തേർഡിൽ കുഞ്ഞു കയറ്റമാണ്. അപ്പം കയറ്റത്തിൻ്റെ അളവ് കൂടി മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് മനസ്സിലാകുമ്പോൾ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ച് എന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് കയറുക. ഇനി സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് എപ്പോഴാണ് ഇടുന്നത്? അതിന് ഉള്ള സാഹചര്യം ഒന്നെങ്കിൽ നല്ല കുത്തനെയുള്ളൊരു കയറ്റമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മളൊരു ടേണ് ലെഫ്റ്റോ റൈറ്റോ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ഗട്ടർ ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷനിലാണ് നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ വണ്ടി അടുത്ത് വരുമ്പോൾ ആ സിറ്റുവേഷനിൽ വന്നിട്ട്, ഇപ്പം പറയാം, ഒരു ഹമ്പിലേക്ക് വന്ന് ഇറങ്ങിയിട്ടല്ല ഫസ്റ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗട്ടർ ഇറങ്ങുമ്പോഴല്ല ഫസ്റ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ വന്ന് ആ ജംഗ്ഷനിൽ ചവിട്ടി നിർത്തി കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗിയർ ഇടുന്ന സമയത്ത്, നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.